പോക്കോ F1 എന്ന ഈ ലെജൻഡറി ഫോണിന് ശേഷം പോക്കോ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുള്ള ഏറ്റവും മികച്ച ദി ബെസ്റ്റ് ഫോണാണ് ഈ പോക്കോ F5 എന്നാണ് പോക്കോ പറയുന്നത്. ശരിക്കുമാണോ? നമുക്ക് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ അൺബോക്സിംഗ്. ഇതാണ് പോക്കോയുടെ ടിപ്പിക്കൽ പാക്കേജിംഗ്. ബോക്സിൽ TPU കേസ്, ഡോക്യുമെന്റ്സ്, ഫോൺ, 67 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജർ, ടൈപ്പ് സി ചാർജിംഗ് കേബിൾ ആൻഡ് സിം ടൂൾ. നോർമലി ഒരു ഫോണിന്റെ അൺബോക്സിംഗ് അല്ലെങ്കിൽ റിവ്യൂ വീഡിയോ ഞാൻ തുടങ്ങുന്നത് ഡിസൈൻ അല്ലെങ്കിൽ ഡിസ്പ്ലേ വെച്ചായിരിക്കും. പക്ഷേ ഇത്തവണ ഞാൻ തുടങ്ങാൻ പോകുന്നത് ഹാപ്റ്റിക് ഫീഡ്ബാക്കിന്റെ പോയിന്റ് ഓഫ് വ്യൂ എന്നാണ്. കാരണം ഈ ഫോണിൽ ഔട്ട് ഓഫ് ദ ബോക്സ് വരുന്ന ഒരു കീബോർഡ് ഉണ്ടല്ലോ, ഈ ഇമോജി കീബോർഡ് മിക്ക എല്ലാം ഷോമി ഫോൺസിൽ വരാറുണ്ട്. അതിന്റെ ഹാപ്റ്റിക് ഫീഡ്ബാക്ക് വളരെ മോശമാണ്. ഒരു സ്മാർട്ട് ഫോൺ ബ്രാൻഡ് തന്നെ എന്തുകൊണ്ടാണ് അവരുടെ സ്മാർട്ട് ഫോണിൻ്റെ എക്സ്പീരിയൻസ് ഇങ്ങനെ മോശമാക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. സോ എൻ്റെ റിക്വസ്റ്റ് ആയിരിക്കും, നിങ്ങൾ ഈ ഒരു ഫോൺ വാങ്ങുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം അതാണ്. ആ ഒരു ഇമോജി കീബോർഡ് എടുത്ത് പള്ളയെ കളഞ്ഞിട്ട് Gboard അല്ലെങ്കിൽ ഗൂഗിൾ കീബോർഡ് ഇൻസ്റ്റാൾ ചെയ്യുക. അതിനുശേഷം ഈ ഫോണിൽ കൊടുത്തിട്ടുള്ള X ആക്സിസ് ലീനിയർ മോട്ടർ ഉണ്ടല്ലോ, അതിൻ്റെ അടിപൊളി ഹാപ്റ്റിക് ഫീഡ്ബാക്ക് നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യുമ്പോഴും കിട്ടും. ബാക്കി എല്ലാ ഡീറ്റെയിൽസും ഷെയർ ചെയ്യാം. അതിനു മുമ്പ് കൂടുതൽ സമയം വേസ്റ്റ് ചെയ്യാതെ ലെറ്റ്സ് റോ. പോക്കോ F5 3 കളർ ഓപ്ഷൻസിലാണ് വരുന്നത്. ബ്ലൂ, ബ്ലാക്ക്, പിന്നെ ഈ വൈറ്റ്. ഈ വൈറ്റ് കളർ ഓപ്ഷൻ എനിക്ക് ഇഷ്ടപ്പെട്ടു. അതായത് ആ ഒരു പാറ്റേൺ ഉണ്ടല്ലോ, എൻ്റെ പേരെന്തായിരുന്നു, ഒരു മിനിറ്റ്, സ്നോ സ്റ്റോം വൈറ്റ്. സോ ഈ സ്നോ സ്റ്റോം വൈറ്റ് കളർ ഓപ്ഷൻ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ ഒരു പാറ്റേൺ ഒക്കെ ഉണ്ടല്ലോ, നല്ല വെറൈറ്റി പാറ്റേൺ ആണ് കൊടുത്തിരിക്കുന്നത്. ബാക്കി ക്യാമറ മോഡൽ നോക്കുകയാണെങ്കിൽ ആ റിയൽമി റെഡ്മി ക്യാമറ മോഡൽ തന്നെയാണ് വന്നിരിക്കുന്നത്. പക്ഷേ ഇത്തവണ ആ ഒരു കട്ടയുണ്ടല്ലോ, ആ ഒരു ബ്ലോക്ക് എടുത്ത് മാറ്റിയിട്ട് ക്യാമറ ലെൻസ് മാത്രമേ ഉള്ളൂ. ഒരു സാംസങ് ടച്ച് എനിവേ. പക്ഷേ ആ ലെൻസിന് ചുറ്റുമുള്ള, അതായത് പ്രൈമറി ആൻഡ് അൾട്രാ വൈഡ് ക്യാമറയ്ക്ക് ചുറ്റും ഒരു ഡിസൈനർ ഇങ്ങനെ ലെൻസ് റിംഗ് തന്നിട്ടുണ്ട്. കാണാൻ നല്ല രസമുണ്ട്. പിന്നെ ഇതിന്റെ ബാക്ക് ഉണ്ടല്ലോ, അത് ലേശം ഷൈനി ഗ്ലോസി ആണ്. സ്പെഷ്യലി ബ്ലാക്ക് വേരിയന്റ് ഒക്കെ ആണെങ്കിൽ നിങ്ങളുടെ ഫിംഗർ പ്രിന്റ് സ്മജസ് ഒക്കെ ഈസിലി കാണാൻ പറ്റും. ഇത് വൈറ്റ് വേരിയന്റ് ആയതുകൊണ്ട് ആ ഫിംഗർ പ്രിന്റ് സ്മജസ് ഒക്കെ അത്രയും വിസിബിൾ അല്ല. 181 ഗ്രാം ആണ് വെയിറ്റ്, 7.9 mm ആണ് തിക്നെസ്. സോ വെയിറ്റ് ആണെങ്കിലും തിക്നെസ് ആണെങ്കിലും ഓക്കെ ആണ്. പിന്നെ ഫ്ലാറ്റ് ഫ്രെയിം ആണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ ബാക്ക് ലേശം കർവ്ഡ് ആണ്. സോ കയ്യിൽ ഹോൾഡ് ചെയ്യുമ്പോൾ ഒരു കംഫർട്ടബിൾ ഫീൽ ആണ് കിട്ടുന്നത്. വലിയ പ്രോബ്ലം ഒന്നുമില്ല. ബ്യൂട്ടിഫുൾ ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. അത് എടുത്ത് പറയാതിരിക്കാൻ വയ്യ. മൾട്ടിപ്പിൾ റീസൺസ് ഉണ്ട്. നമ്പർ ഫസ്റ്റ് ആണ് AMOLED ഡിസ്പ്ലേ ആണ്. സോ അതിന്റെ കളേഴ്സും കോൺട്രാസ്റ്റും നല്ലോണം ട്യൂൺ ചെയ്തിരിക്കുന്ന ഒരു ഡിസ്പ്ലേ ആണ്. സെക്കൻഡ് ആണ് ഇതിന്റെ ബെസൽസ്. ഈ പ്രൈസ് സെഗ്മെന്റിൽ ഇത്രയും കനം കുറഞ്ഞ ബെസൽസ് ഞാൻ മറ്റൊരു ഫോണിലും കണ്ടിട്ടില്ല. ഓക്കെ, ഓൾമോസ്റ്റ് ബെസൽലെസ് ഡിസ്പ്ലേ എന്നൊക്കെ പറയാൻ പറ്റും. ടോപ്പ് ബെസൽ ആണെങ്കിലും ലെഫ്റ്റ് റൈറ്റ് ഈവൻ ബോട്ടം ചിൻ ആണെങ്കിലും എല്ലാം നല്ല തിൻ ആണ്. നല്ല യൂണിഫോം ബെസൽസ് ആണ് തന്നിരിക്കുന്നത്. മൂന്നാമത്തെ പോയിന്റ് ആണ്, ഈ ഡിസ്പ്ലേ ഒരു 12-bit ഡിസ്പ്ലേ ആണ്. എന്ന് വെച്ചാൽ 68.7 ബില്യൺ കളേഴ്സ് ആണ് ഈ ഒരു ഡിസ്പ്ലേ സപ്പോർട്ട് ചെയ്യുന്നത്. സോ നോർമലി 8-bit ഡിസ്പ്ലേ വരാറുണ്ട്, 10-bit ഉണ്ട്. ഇത് 12-bit പാനലാണ്. സത്യസന്ധമായിട്ട് പറഞ്ഞാൽ 8-bit ആണെങ്കിലും 10-bit ആണെങ്കിലും 12-bit ആണെങ്കിലും, അതും സ്പെഷ്യലി സ്മാർട്ട് ഫോൺ പോലുള്ള ഒരു ചെറിയ ഡിസ്പ്ലേയിൽ ആ വ്യത്യാസം നമ്മുടെ കണ്ണുകൾക്ക് മനസ്സിലാക്കാൻ പറ്റുമോ സംശയമാണ്. പക്ഷേ എന്തെങ്കിലും ഒരു എഫക്റ്റ് വരാതിരിക്കില്ലല്ലോ. ഒരു പക്ഷേ അതുകൊണ്ടായിരിക്കും ഡിസ്പ്ലേ അടിപൊളിയായിട്ടാണ് തോന്നുന്നത്. ഓക്കെ, നല്ല ഡിസ്പ്ലേ ആണ് തന്നിരിക്കുന്നത് ഫോർ ഷുവർ. 120 ഹെർട്സിന് റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ 120 ഹെർട്സ് നല്ലോണം വർക്ക് ചെയ്യുന്നുണ്ട്. സോ ഈ ഒരു ഫോണിന്റെ UI ആണെങ്കിലും ഗാലറി ആപ്ലിക്കേഷൻ സെറ്റിംഗ്സിൽ അവിടെയൊക്കെ 120 ഹെർട്സ് നല്ലോണം വർക്ക് ആവുന്നുണ്ട്. ഈവൻ പ്ലേ സ്റ്റോർ ആപ്ലിക്കേഷൻ, ആമസോൺ, ഫ്ലിപ്കാർട്ട്, ഇൻസ്റ്റാഗ്രാം, ട്വിറ്ററിൽ ഞാൻ എല്ലായിടത്തും ചെക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. 120 ഹെർട്സ് വർക്ക് ആവുന്നുണ്ട്. പക്ഷേ യൂട്യൂബിൽ സ്ഥിരം പരിപാടിയാണ്. യൂട്യൂബിൽ മാത്രം 60 ഹെർട്സ് കിട്ടുന്നുള്ളൂ. സോ യൂട്യൂബിൽ ആ ഒരു 120 ഹെർട്സിന്റെ സ്മൂത്ത്നെസ് കിട്ടൂല. 1920 ഹെർട്സിന്റെ PWM ഡിമ്മിംഗ് ഫീച്ചറും കൊടുത്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ AMOLED ഡിസ്പ്ലേസ് നോർമലി ലോ ബ്രൈറ്റ്നസിൽ ഫ്ലിക്കർ ആവാറുണ്ട്. ആ ഫ്ലിക്കർ കാരണം പലർക്കും തലവേദനയും ഇറിറ്റേഷൻ ഒക്കെ ഉണ്ടാവാറുണ്ട്. അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയാണ് ഈ ഒരു ഡിമ്മിംഗ് ഫീച്ചർ കൊടുത്തിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ HDR10+ ആൻഡ് ഡോൾബി വിഷൻ രണ്ടും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ രണ്ടും നെറ്റ്ഫ്ലിക്സിൽ കാണിക്കുന്നുണ്ട്. സോ ദാറ്റ്സ് റിയലി ഗുഡ്. പിന്നെ വൈഡ് വൈൻ L1 സർട്ടിഫിക്കേഷൻ ഒക്കെ വരുന്നുണ്ട്. സോ നിങ്ങൾക്ക് ഈസിലി OTT പ്ലാറ്റ്ഫോംസിൽ ഫുൾ HD വീഡിയോസ് കാണാൻ പറ്റും. ഒരു ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനറും കൂടി കൊടുക്കാമായിരുന്നു. ഷവമി തരാറില്ല. ഷവമിയുടെ ഏറ്റവും മികച്ച ടോപ്പ് ലെവൽ ഫ്ലാഗ്ഷിപ്പ് ഫോൺസിൽ മാത്രമേ കൊടുക്കാറുള്ളൂ. വീണ്ടും ആ ഒരു പവർ ബട്ടന്റെ മേളിലുള്ള ഫിംഗർ പ്രിന്റ് സ്കാനറാണ്. ചിലർക്ക് ഇതാണ് ഇഷ്ടം. സോ നിങ്ങൾക്ക് അത് ഓക്കെ ആണെങ്കിൽ ഇത് ഓക്കെ ആയിരിക്കും. നല്ലോണം വർക്ക് ആവുന്നുണ്ട്, ഒരു ഇഷ്യൂ ഇല്ല. ഈവൻ ഫേസ് അൺലോക്കിന്റെ ഫീച്ചറും നല്ലോണം ഫംഗ്ഷൻ ചെയ്യുന്നുണ്ട്. പിന്നെ ചിലർ ചോദിക്കാറുണ്ട്, ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ഫീച്ചർ ഉണ്ടോ? യെസ്, ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ഫീച്ചർ ഉണ്ട്. കൂൾ ബ്യൂട്ടിഫുൾ ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ആനിമേഷൻസ് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാം. പിന്നെ ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ആണ് വരുന്നത്. നല്ലോണം വർക്ക് ആവുന്നുണ്ട്. നല്ല ലൗഡ് സ്പീക്കേഴ്സ് ആണ് തന്നിരിക്കുന്നത്. ബേസ് ആണെങ്കിലും മിഡ് ആണെങ്കിലും ഈവൻ യൂട്യൂബ് വീഡിയോസ് കാണുമ്പോൾ ഉള്ള വോക്കൽസ് ഉണ്ടല്ലോ, അതൊക്കെ നല്ല ക്ലിയർ ആണ്. സോ നല്ല ക്വാളിറ്റി ഉള്ള ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ ഹെഡ്ഫോൺ ജാക്ക് വരുന്നുണ്ട്. ഞാൻ ആക്ച്വലി പ്രതീക്ഷിച്ചില്ലായിരുന്നു കേട്ടോ. ഞാൻ വിചാരിച്ചു ഹെഡ്ഫോൺ ജാക്ക് ഉണ്ടാവില്ലെന്ന്. പക്ഷേ ഹെഡ്ഫോൺ ജാക്ക് വന്നിട്ടുണ്ട്. റിയലി നൈസ് വർക്ക്. ക്വാൾകോം സ്നാപ്ഡ്രാഗൺ 7+ Gen 2 ചിപ്സെറ്റുമായിട്ട് ഇന്ത്യയിൽ വരുന്ന ഏറ്റവും ഫസ്റ്റ് ഫോണാണ് പോക്കോ F5. ഓക്കെ, എനിക്ക് ഈ ഒരു ചിപ്സെറ്റ് ഒരുപാട് ഇഷ്ടപ്പെട്ടു. 8+ Gen 1, 8 Gen 2 ഉണ്ടല്ലോ,
ആ ഒരു കുടുംബത്തിൽ പെടുന്ന ഒരു ചിപ്സെറ്റാണ്. അത് അതേ ഫാമിലിയിൽ വരുന്ന ചിപ്സെറ്റാണ്. കാരണം ഈ ഒരു ചിപ്സെറ്റും TSMCയുടെ 4 നാനോമീറ്റർ ഫാബ്രിക്കേഷനിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. സോ നല്ല പെർഫോമൻസ് ആണ് കിട്ടുന്നത്. അതിനോടൊപ്പം തന്നെ ഹീറ്റിങ്ങും നല്ല കുറവാണ്. നമ്മുടെ ചാനൽ ഒരു പ്യുവർ ടെക് ചാനൽ ആയതുകൊണ്ട് ഒരു ടെക്നിക്കൽ പോയിന്റും കൂടി ഷെയർ ചെയ്യാം. അതായത് ഈ ചിപ്സെറ്റും 8+ Gen 1 ഉണ്ടല്ലോ, അതായത് കഴിഞ്ഞ വർഷത്തെ ഏറ്റവും പവർഫുൾ ആൻഡ്രോയിഡ് ചിപ്സെറ്റ്, ഈ രണ്ട് ചിപ്സെറ്റുകളുടെ കോർ ആർക്കിടെക്ചർ സെയിം ആണ്. എന്ന് വെച്ചാൽ ഈ രണ്ട് ചിപ്സെറ്റുകളുള്ള CPU എടുത്ത് നോക്കുകയാണെങ്കിൽ ഈ രണ്ടിലും ഒരു കോർടെക്സ് X2 പ്രൈം കോർ ഉണ്ട്, 3 കോർടെക്സ് A710 പെർഫോമൻസ് കോർ ഉണ്ട്, പിന്നെ ഫൈനലി 4 കോർടെക്സ് A50 മെയിൻ്റനൻസ് കോർ കൊടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും 8+ Gen 1 ക്ലോക്ക് സ്പീഡ് കൂടുതലാണ്, എന്നാൽ ഇതിൽ അത്രയും കുറവൊന്നുമല്ല. ഓക്കെ, സോ പ്യുവർ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ, സ്പെഷ്യലി CPU ആൻഡ് GPU പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ 8+ Gen 1 തൊട്ട് താഴെയാണ് ഈ ഒരു ചിപ്സെറ്റ് വരുന്നത്. പക്ഷേ ഒരു ചിപ്സെറ്റ് എന്ന് പറയുമ്പോൾ CPU GPU മാത്രമല്ല, അതിൽ ഒരുപാട് കോമ്പണൻസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ISP ഉണ്ട്, DSP ഉണ്ട്, മോഡം ഉണ്ട്. സോ അതൊക്കെ എന്തായാലും 8+ Gen 1 കുറച്ചും കൂടി സുപ്പീരിയർ. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, 600 ചിപ്സെറ്റ് ആണ്, 700 സീരീസ് ചിപ്സെറ്റ് 700 സീരീസ് ചിപ്സെറ്റ് ആണ്, 800 സീരീസ് ചിപ്സെറ്റ് 800 സീരീസ് ചിപ്സെറ്റ് ആണ്. കാരണം ഈ പറഞ്ഞ സ്മാർട്ട് ഫോൺ ബ്രാൻഡുകളും ക്വാൾകോമും കൂടി ഒരു ചിപ്സെറ്റ് അവതരിപ്പിച്ചിരുന്നല്ലോ, ക്വാൾകോം സ്നാപ്ഡ്രാഗൺ 695 ചിപ്സെറ്റ്. ആ ചിപ്സെറ്റ് എന്തോ 700 സീരീസിന്റെ ലെവലുള്ള പെർഫോമൻസ് ഉണ്ടെന്നൊക്കെ പറഞ്ഞ് കുറേ പേര് തള്ളിയിരുന്നു. സത്യം നമുക്കറിയാം. എനിവേ, സോ 7+ Gen 1 അടിപൊളി ചിപ്സെറ്റ് ആണ്, പക്ഷേ 8+ Gen 1 ആ ലെവൽ ഉണ്ടാവില്ല. ഓക്കെ, സോ അത് മനസ്സിലായിക്കോളൂ. നല്ല ഗെയിമിംഗ് പെർഫോമൻസ് ആണ് തരുന്നത്. ഓക്കെ, ഏകദേശം 10 ലക്ഷത്തിൻ്റെ AnTuTu സ്കോർ കിട്ടുന്നുണ്ട്. ഞാൻ COD, BGMI, PUBG ഒക്കെ കളിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. നല്ല പെർഫോമൻസ് ആണ് കിട്ടുന്നത്. ഓക്കെ, ഈ പറഞ്ഞ ഗെയിംസ് ഒക്കെ ഈസിലി ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. 60 FPS ഒക്കെ നല്ല സ്മൂത്ത്ലി റൺ ആവുന്നുണ്ട്. ഓക്കെ, യാതൊരു ഇഷ്യൂ ഞാൻ ഫേസ് ചെയ്തില്ല. സോ റേഞ്ച് കുറച്ച് കൂട്ടാമെന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ മറ്റേ സാധനം ഇട്ട് നോക്കി, നമ്മുടെ ഗെൻഷിൻ ഇമ്പാക്ട്. അതും നല്ലോണം ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. സ്പെഷ്യലി ഗെൻഷിൻ ഇമ്പാക്റ്റിലുള്ള 30 FPS ഗെയിം പ്ലേ ഉണ്ടല്ലോ, അവിടെയൊക്കെ നല്ല സ്മൂത്ത് ഗെയിം പ്ലേ കിട്ടുന്നുണ്ട്, ഹീറ്റിംഗ് ഒന്നുമില്ല. സോ ഞാൻ ഒന്നോടെ കൂട്ടി 60 FPS ഇട്ട് നോക്കി ഗെൻഷിൻ ഇമ്പാക്റ്റിൽ. അവിടെ ചെറിയ ഫ്രെയിം ഡ്രോപ്സ് അവിടെ ഇവിടെ ഞാൻ നോട്ടീസ് ചെയ്തു. ഓവറോൾ അതും നല്ലോണം ഹാൻഡിൽ ചെയ്യുന്നുണ്ട്, പക്ഷേ അവിടെ ഇവിടെ ചെറിയ ഫ്രെയിം ഡ്രോപ്സ് ഉണ്ട്. പിന്നെ ഈ ഒരു ഫോണിന്റെ ബാക്ക് ചെറുതായിട്ട് ഹീറ്റ് ആയതായിട്ട് എനിക്ക് തോന്നി. അതായത് ചെറിയൊരു ഇളം ചൂട് വാംത്ത് എനിക്ക് ഫീൽ ആയി 60 FPS ഗെൻഷിൻ ഇമ്പാക്ട് റൺ ചെയ്തു. പക്ഷേ അതും ഹാൻഡിൽ ചെയ്യുന്നുണ്ടായിരുന്നു, പെർഫോമൻസിൽ ഇഷ്യൂ ഒന്നും ഇല്ലായിരുന്നു. പിന്നെ ഒരു കാര്യം എടുത്ത് പറഞ്ഞേ പറ്റൂ, ഈ ഫോണിന്റെ 2 RAM സ്റ്റോറേജ് വേരിയൻസ് ആണ്, 8GB 256GB ആൻഡ് 12GB 256GB. ഫൈനലി 25,000-30,000 രൂപയുടെ മേളിലുള്ള ഒരൊറ്റ ഫോണിലും 128GB സ്റ്റോറേജ് വരാൻ പാടില്ല. അതൊക്കെ മിഡ് റേഞ്ച് ലെവൽ സ്റ്റോറേജ് കപ്പാസിറ്റിയാണ് 128GB. ചില ബ്രാൻഡുകളുടെ ഫ്ലാഗ്ഷിപ്പ് ഫോണിൽ വരെ ഇപ്പോഴും 120GB വരുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ OnePlus 11 ആണെങ്കിലും സാംസങ് S23 ആണെങ്കിലും. ലേറ്റസ്റ്റ് ആൻഡ്രോയിഡ് 13 ആണ് കൊടുത്തിരിക്കുന്നത് വിത്ത് ലേറ്റസ്റ്റ് MIUI 14. പോക്കോ പറയുന്നതനുസരിച്ച് 2 വർഷത്തേക്കുള്ള OS അപ്ഡേറ്റ് തരുമെന്നാണ്. അതായത് ആൻഡ്രോയിഡ് 14 ആൻഡ് ആൻഡ്രോയിഡ് 15 വരുമെന്നാണ് പോക്കോ പറഞ്ഞിരിക്കുന്നത്. തരണം. ഇതിലുള്ള MIUI എക്സ്പീരിയൻസ് നല്ല സ്മൂത്ത് ആയിരുന്നു. ഞാൻ എപ്പോഴും എടുത്ത് പറയാറുള്ള കാര്യമാണ്, ഷവോമി ഫോണിൽ നല്ല പവർഫുൾ ചിപ്സെറ്റ് വരുമ്പോൾ ആ ചിപ്സെറ്റിന് ഈ ഒരു MIUI നല്ലോണം ഹാൻഡിൽ ചെയ്യാൻ പറ്റും. സോ നല്ല സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് ആണ് കിട്ടുന്നത്. ബ്ലോട്ട്വെയർസ് നോക്കുകയാണെങ്കിൽ നമ്മുടെ ബബിൾ ഷൂട്ടറൊക്കെ വന്നിട്ടുണ്ടല്ലോ. ബബിൾ ഷൂട്ടർ, ബ്ലോക്ക് പസൽ, മോജ് ഉണ്ട്, പക്ഷേ ജോഷ് ഇല്ല കേട്ടോ. നോർമലി ജോഷും മോജും ഒരുമിച്ച് വരുന്നതാണ്. ബ്ലോട്ട്വെയർസ് ഉണ്ട്, എടുത്ത് കളഞ്ഞേക്കും. 64 മെഗാ പിക്സലിന്റെ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ആണ് കൊടുത്തിരിക്കുന്നത്. 64 മെഗാ പിക്സൽ പ്ലസ് 8+2. 64 മെഗാ പിക്സലിന്റെ പ്രൈമറി ക്യാമറയിൽ OSന്റെ സപ്പോർട്ട് വരുന്നുണ്ട്. 4K at 30 FPS ആണ് മാക്സിമം വീഡിയോ റെസൊല്യൂഷൻ. 16 മെഗാ പിക്സലിൻ്റെതാണ് സെൽഫി ക്യാമറ. മാക്സിമം വീഡിയോ റെസൊല്യൂഷൻ ആണ് 1080p at 30 FPS. ക്യാമറ പെർഫോമൻസ് എനിക്ക് ഓക്കെ ആയിട്ട് തോന്നി. അതായത് ഓക്കെ, ഗുഡ് ക്യാമറ പെർഫോമൻസ് ആണ്. സ്പെഷ്യലി നമ്മൾ ഈ ബിൽഡിങ്സും പൂക്കളും സീനറി, സ്കൈ, അതിൻ്റെയൊക്കെ ഫോട്ടോസ് എടുക്കുമ്പോൾ നല്ല ഫോട്ടോസ് കിട്ടുന്നുണ്ട്, നല്ല ഡീറ്റെയിൽസ് ഉണ്ട്. പിന്നെ ഷവോമി ഫോൺസിലുള്ള സംഭവം ഉണ്ടല്ലോ, ആ ഒരു കോൺട്രാസ്റ്റി പഞ്ചി കളേഴ്സ്, അത് തന്നെയാണ് ഇവിടെയും വന്നിരിക്കുന്നത്. ഓക്കെ, നല്ലതാണ്, എനിക്ക് വലിയ ഇഷ്യൂ ആയിട്ട് തോന്നിയില്ല. സ്പെഷ്യലി HDR പ്രോസസിംഗ് നല്ലോണം ചെയ്യുന്നുണ്ട്. അതായത് ബാക്ക്ഗ്രൗണ്ടിൽ സ്കൈ ഉണ്ടെങ്കിൽ നല്ല ക്ലിയർ ആണ്. അത് മെയിൻ ക്യാമറ ആണെങ്കിലും അൾട്രാവൈഡ് ക്യാമറ ആണെങ്കിലും. സോ ഇതാണ് പ്രൈമറി ക്യാമറ, അൾട്രാവൈഡ്, മെയിൻ ക്യാമറ, അൾട്രാവൈഡ്, അഗെയിൻ മെയിൻ ക്യാമറ, അൾട്രാവൈഡ്. സോ കണ്ടില്ലേ, ബാക്ക്ഗ്രൗണ്ടിലുള്ള സ്കൈ നല്ലോണം എടുത്ത് കാണിക്കുന്നുണ്ട്, കാണാൻ നല്ല രസമുണ്ട്. പക്ഷേ ഹ്യൂമൻ സബ്ജക്ട്സിന്റെ ഫോട്ടോസിൽ എനിക്ക് അത്രയും എടുപ്പ് തോന്നിയില്ല. കുറച്ചും കൂടി ബെറ്റർ ആക്കാമായിരുന്നു. എന്തോ ഒരു മിസ്സിംഗ് ഉണ്ട്. അത് സ്കിൻ ടോൺ ആണോന്ന് അറിയില്ല, എന്തോ ഒരു വാഷ്ഡ് ഔട്ട് ഫീൽ ആണ് കിട്ടിയത്. സോ ഹ്യൂമൻ സബ്ജക്റ്റിന്റെ പ്രോസസ്സിംഗ് എനിക്ക് അത്രയും സാറ്റിസ്ഫാക്ഷൻ ആയിട്ട് തോന്നിയില്ല. സോ ഇതിൽ ആ ഒരു 64 മെഗാ പിക്സലിന്റെ ഓംനി വിഷൻ സെൻസർ ആയതുകൊണ്ടാണോ എനിക്കറിയില്ല. ഇനി ഒരു പക്ഷേ ഈ പോക്കോ X5 പ്രോയിലുള്ള 108 മെഗാ പിക്സലിന്റെ സെൻസർ അല്ലെങ്കിൽ റെഡ്മി നോട്ട് 12 പ്രോയിലുള്ള ആ ഒരു 50 മെഗാ പിക്സലിന്റെ സോണി സെൻസർ ഒക്കെ ഇട്ട് തന്നിരുന്നെങ്കിൽ ചിലപ്പോൾ ഒരു പക്ഷേ ഇനിയും നല്ല പെർഫോമൻസ് കിട്ടിയേനെ. എനിവേ, പെർഫോമൻസ് ഞാൻ പറഞ്ഞില്ലേ, ഓവറോൾ ഗുഡ് ആണ്, ഓക്കെ എന്ന് പറയാൻ പറ്റും. നൈറ്റ് ഫോട്ടോസ് അല്ലെങ്കിൽ ലോ ലൈറ്റ് ഫോട്ടോസിന്റെ പ്രോസസ്സിംഗ് ഓക്കെ ആയിട്ട് തോന്നി. അങ്ങനെ വലിയ സെറ്റപ്പ് ആയിട്ടൊന്നും തോന്നിയില്ല. അതായത് സോഫ്റ്റ് ആണ്, ലേശം സോഫ്റ്റ് നൈറ്റ് ഫോട്ടോസ് ആണ് കിട്ടുന്നത്. സോ ജസ്റ്റ് ഓക്കെ നൈറ്റ് ഫോട്ടോസ് ആണ് വരുന്നത്. 4K 30 FPS ആണ് മാക്സിമം വീഡിയോ റെസൊല്യൂഷൻ. ഞാൻ വീണ്ടും പറയാം,
പറയുകയാണ് നോർമൽ സബ്ജക്റ്റ് ഒക്കെ ആണെങ്കിൽ, അതായത് പൂക്കളും ബിൽഡിംഗ് അതൊക്കെ ആണെങ്കിൽ ഒരു ഡീസെന്റ് വീഡിയോ ക്വാളിറ്റി കിട്ടുന്നുണ്ട്. അതായത് ഭയങ്കര കോൺട്രാസ്റ്റി വീഡിയോസ് ആണ് വരുന്നത്. ഷാഡോസ് ഒക്കെ അവിടെ ഇവിടെ ക്രഷ് ആവുന്നുണ്ട്. പക്ഷേ OISന്റെ സപ്പോർട്ട് ഉള്ളതുകൊണ്ട് സ്റ്റെബിലൈസേഷൻ നല്ലോണം വർക്ക് ആവുന്നുണ്ട്. ഡീസെന്റ് നല്ല സ്റ്റെബിലൈസേഷൻ കിട്ടുന്നുണ്ട്. വലിയ ഇഷ്യൂ ഒന്നുമില്ല. ഓക്കെ, സെൽഫി ക്യാമറ പെർഫോമൻസും ഓക്കെ ആയിട്ട് തോന്നി. സ്കിൻ ടോൺ ഒക്കെ ഡീസെന്റ് ആണ്. ലൈറ്റ് കൺട്രോൾ കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് ചെയ്യാമായിരുന്നു. അതായത് ഭയങ്കര ലൈറ്റ് ഒക്കെ ഫേസിൽ നല്ല ലൈറ്റ് അടിക്കുമ്പോൾ അവിടെ ഇവിടെ ചിലയിടത്തൊക്കെ അത് കത്തി നിൽക്കുവാണ് ഫേസ്. ഓക്കെ, സോ ആ ലൈറ്റ് കൺട്രോൾ കുറച്ചും കൂടി ബെറ്റർ ആക്കണം. ഈ പറഞ്ഞ പ്രോബ്ലംസ് ഒക്കെ അപ്ഡേറ്റിലൂടെ ശരിയാക്കാവുന്നേ ഉള്ളൂ. ഇതാണ് പോക്കോ F5ന്റെ സെൽഫി വീഡിയോ പെർഫോമൻസ്. 4K ഒന്നും വരുന്നില്ല കേട്ടോ. 4K കൊടുക്കേണ്ടായിരുന്നു ഈ പ്രൈസ് റേഞ്ചിൽ. 4K കൊടുത്തിട്ടില്ല. 1080p at 30 FPS പിന്നെ 1080p at 60 FPS ആണ് നമുക്ക് കിട്ടുന്ന ആ ഒരു ക്വാളിറ്റി. ഓക്കെ, ഇത് ഞാൻ ഷൂട്ട് ചെയ്യുന്നത് 1080p at 30 FPS-ലാണ്. സ്റ്റെബിലൈസേഷൻ ഉണ്ട്, ഞാൻ നടന്ന് കാണിച്ചു തരാം. സോ ഡീസെൻറ്റ് ലെവൽ സ്റ്റാൻഡേർഡ് സ്റ്റെബിലൈസേഷൻ ഇവിടെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. സോ ഭയങ്കരമായ കുലുക്കമാണ് നിങ്ങൾ ഫേസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സ്റ്റെബിലൈസേഷൻ കൊടുത്തിട്ടുണ്ട്. എന്നാൽ ഇതിൻ്റെ ഒരു ക്വാളിറ്റി എനിക്ക് ഓക്കെ ആയിട്ടാണ് തോന്നിയത്. ബാക്കിലുള്ള ഈ കളർ കണ്ടോ, ഈ ഭിത്തിയുടെ കളർ ഇത് അത് കുറച്ചും കൂടി ഓറഞ്ച് ആണ് ആക്ച്വലി. ഇവിടെ കംപ്ലീറ്റ്ലി യെല്ലോ വൈറ്റിഷ് ആണ് വരുന്നത്. ചെറിയ രീതിയിലൊരു വൈറ്റ് വാഷ് ഫീലാണ് കിട്ടുന്നത്. ജസ്റ്റ് ഓക്കെ സെൽഫി വീഡിയോ പെർഫോമൻസ്. 5000 mAh ബാറ്ററിയാണ് വരുന്നത്. 67 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ബോക്സിൽ ചാർജറും കൊടുത്തിട്ടുണ്ട്. സോ ബാറ്ററി ആൻഡ് ചാർജിങ്ങിന്റെ പോയിന്റ് ഓഫ് വ്യൂ യാതൊരു കംപ്ലൈന്റും ഇല്ല. രണ്ടും നല്ലോണം ഫംഗ്ഷൻ ചെയ്യുന്നുണ്ട്. 5G റെഡി ഫോൺ ആണ്. ഞാൻ എയർടെൽ ആൻഡ് ജിയോ രണ്ടിന്റെയും സിം ഇട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു. വർക്ക് ആവുന്നുണ്ട്. ഡ്യുവൽ 5G സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇനി നിങ്ങളുടെ ലൊക്കാലിറ്റിയിൽ 5G ഇല്ലെങ്കിൽ 4G കാരിയർ എഗ്രിഗേഷനും ഈ ഒരു ഫോൺ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. IR ബ്ലാസ്റ്റർ കൊടുത്തിട്ടുണ്ട്. Wi-Fi 6 ആൻഡ് ബ്ലൂടൂത്ത് 5.3. ഡ്യുവൽ നാനോ സിം സ്ലോട്ട് ആണ് കൊടുത്തിരിക്കുന്നത്. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് മൈക്രോ SD കാർഡ് യൂസ് ചെയ്യാൻ പറ്റൂല. സോ ഈ പോക്കോ F1 ശേഷം പോക്കോ X2 വന്നു, പോക്കോ X3, X3 Pro, പോക്കോ F3 GT, X4 Pro, പോക്കോ F4, പോക്കോ X5 Pro ആൻഡ് ഫൈനലി ഇപ്പം പോക്കോ F5 എത്തിയിട്ടുണ്ട്. ഈ മെൻഷൻ ചെയ്ത എല്ലാ ഫോൺസും ടെസ്റ്റ് ചെയ്ത ഒരാളാണ് ഞാൻ. സോ ആ പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ യെസ്, ഐ തിങ്ക് ദിസ് ഇസ് ദ മോസ്റ്റ് കംപ്ലീറ്റ് ഓൾറൗണ്ട് പോക്കോ ഫോൺ ആഫ്റ്റർ പോക്കോ F1. പോക്കോ F1ന്റെ ആ ഒരു ലെവൽ ഉണ്ടല്ലോ, അതൊന്നും എത്താൻ പറ്റില്ല. കാരണം ഈ ഫോണിന് നമ്മുടെ മനസ്സിൽ ഒരു സ്പെഷ്യൽ സ്പോട്ട് ഉണ്ട്. ഓക്കെ, എനിവേ ദിസ് ഇസ് എ റിയലി നൈസ് ഓൾറൗണ്ട് പാക്കേജ്. അതായത് എല്ലാം തന്നിട്ടുണ്ട്. നല്ല കിഡിലൻ ഡിസ്പ്ലേ ആണ്. നല്ല ഓൾമോസ്റ്റ് ബെസൽലെസ് ആംബുലർ ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. പവർഫുൾ സ്നാപ്ഡ്രാഗൺ 7+ Gen 2 ചിപ്സെറ്റ് വരുന്നുണ്ട്. അത്യാവശ്യം ഓക്കെ ക്യാമറ പെർഫോമൻസ് ആണ്. അപ്ഡേറ്റിലുള്ളത് കുറച്ചും കൂടി ബെറ്റർ ആക്കാം. ലേറ്റസ്റ്റ് ആൻഡ്രോയിഡ് 13, ലേറ്റസ്റ്റ് MIUI 14, 5000 mAh ബാറ്ററി, 67 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജർ, ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ആൻഡ് ഹെഡ്ഫോൺ ജാക്കും വരുന്നുണ്ട്. ഞാനിത് എടുത്തു പറയാനുള്ള കാരണം മറ്റ് കമ്പനികൾക്ക് കേൾക്കാൻ വേണ്ടിയാണ്. ഓക്കെ, സോ ഹെഡ്ഫോൺ ജാക്കും കൊടുത്തിട്ടുണ്ട്. ലോഞ്ചിന് മുന്നേ ഷൂട്ട് ചെയ്യുന്നതുകൊണ്ട് ഇതിൻ്റെ കറക്റ്റ് പ്രൈസിങ് എനിക്ക് അറിയില്ല. പക്ഷേ പോക്കോയുടെ ഫോൺ ആയതുകൊണ്ട് തീർച്ചയായിട്ടും നല്ല എഗ്രസീവ് പ്രൈസിങ്ങിലായിരിക്കും പോക്കോ ഇത് ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. ആസ് പെർ ലീക്സ് 30,000, അതായത് 30,000 രൂപയുടെ താഴെയുള്ള പ്രൈസ് സെഗ്മെന്റിൽ വരാൻ ചാൻസ് ഉണ്ട്. അതായത് അറ്റ്ലീസ്റ്റ് സ്റ്റാർട്ടിങ് അതിൻ്റെ താഴെ ആയിരിക്കും എന്നാണ് പറയുന്നത്. ഈ ഒരു വീഡിയോ ഞാൻ ഇനി മെൻഷൻ ചെയ്യാൻ പോകുന്ന കാര്യം പറയാതെ അവസാനിപ്പിക്കാൻ പറ്റൂല. അതായത് പോക്കോയുടെ ഫോൺസിൽ ഇപ്പോൾ ഒരു അപ്ഡേറ്റ് വരുമ്പോൾ ആളുകൾക്ക് പേടിയാണ്, ആശങ്കയാണ്. അതായത് ആ അപ്ഡേറ്റ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ എന്തെങ്കിലും അടിച്ചു പോകും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇഷ്യൂ ഒക്കെ വരാൻ ചാൻസ് ഉണ്ടോ. സോ ഈ ഒരു ഡൗട്ട് അല്ലെങ്കിൽ ഈ ഒരു പേടി പോക്കോ എന്ന ബ്രാൻഡ് തന്നെയാണ് മാറ്റിയെടുക്കേണ്ടത്. ഈ ഒരു ഡൗട്ട് കാരണമാണ് പോക്കോയുടെ നല്ല മാർക്കറ്റ് ഷെയർ മറ്റ് ബ്രാൻഡുകൾ കൊണ്ടുപോയിട്ടുണ്ട്. അത് ഐക്കോ ആണെങ്കിലും റിയൽമി ആണെങ്കിലും OnePlus ആണെങ്കിലും ഈ പറഞ്ഞ ബ്രാൻഡുകൾ പോക്കോയുടെ മാർക്കറ്റ് ഷെയർ ആണ് എടുത്തുകൊണ്ട് പോയിരിക്കുന്നത്. സോ ഈ സിറ്റുവേഷൻ പോക്കോ തന്നെ സോൾവ് ചെയ്യണം. പോക്കോയുടെ F സീരീസ് ഫോൺസ്, പോക്കോ F1 ആണെങ്കിലും F3 GT ആണെങ്കിലും F4 ആണെങ്കിലും ഈ പറഞ്ഞ ഫോൺസ് ഒക്കെ സേഫ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. അതായത് പോക്കോ F4 നിങ്ങൾ വാങ്ങിയിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഇഷ്യൂ നിങ്ങൾ ഫേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സ് എഴുതി അറിയിക്കുക. ഓക്കെ, നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും. സോ നിങ്ങൾക്ക് പോക്കോ എന്ന ബ്രാൻഡിൽ വിശ്വാസം ഉണ്ടെങ്കിൽ, അതായത് ഭാവിയിൽ അവരവരുടെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് സിറ്റുവേഷൻ കുറച്ചും കൂടി റെഗുലർ ആക്കും, കുറച്ചും കൂടി റിലയബിൾ ആക്കും എന്ന് നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെക്ക് ഔട്ട് ചെയ്യേണ്ട ഒരു ഫോണാണ്. അതായത് അടിപൊളി ഫോണാണ്. ഞാൻ പറഞ്ഞില്ല, എല്ലാം വരുന്നുണ്ട്. സോ തീർച്ചയായിട്ടും ചെക്ക് ഔട്ട് ചെയ്യുക. ദിസ് യുവർ ഫ്രണ്ട് മിസ്റ്റർ പെർഫെക്റ്റ്, സൈനിങ് ഓഫ്. ഗുഡ് ബൈ.